2017 ഫെബ്രുവരി 17 നടന്ന ക്രൂരകൃത്യം, അതിൽ പങ്കാളികളായ കുറ്റവാളികളായ 6 പേർക്കുള്ള ശിക്ഷ എന്ത് എന്നുള്ളത് കോടതി വിധിക്കാൻ പോവുകയാണ്. ഇന്ന് കൃത്യം 3:30 കോടതി ശിക്ഷാവിധി പ്രഖ്യാപനം നടത്തും. അതറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് ഇന്നും കോടതിയിൽ ഉണ്ടായത്. അതിൽ പ്രോസിക്യൂഷനും അവർക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയുന്നു, കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പ്രതിഭാഗം അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെ അത് വാദം പൂർത്തിയായിരിക്കുന്നു. 3:30 കോടതി വിധി പറയാൻ പോവുകയാണ്. ഒപ്പം മറ്റ് ചില അനുബന്ധ കേസുകളിൽ കൂടി കോടതി ഇന്നിപ്പോൾ അത് വാദം കേട്ടിട്ടില്ല. 18-ാം തീയതി അത് വാദമുണ്ടാകും എന്നതാണ്. കോടതിയലക്ഷ്യ കേസ് ഉൾപ്പെടെ അന്ന് കോടതി പരിഗണിക്കുമെന്നതാണ്. എസ് വിജയകുമാറും KR ഗോപികൃഷ്ണനും തുടരുന്നുണ്ട്. എസ് വിജയകുമാറിലേക്കാണ് ഇനി. വിജയകുമാർ, ഇതിൽ കോടതി ചോദിച്ചത് പങ്കാളിത്തം അനുസരിച്ചല്ലേ ശിക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. പൾസർ സുനി ഇതിൽ മുഖ്യ പ്രതിയാണ് എന്ന് കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ രീതിയിൽ തുല്യ തരത്തിൽ കുറ്റവാളികളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ശിക്ഷാവിധി എന്താകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയുക വയ്യ. പക്ഷേ ഉയർന്നു വന്ന ചില വാദമുഖങ്ങളിൽ നിന്ന് ഒരുപക്ഷെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷയാകില്ലേ എന്നൊരു സംശയം ഉയർന്നു വരുന്നുണ്ട്. എസ് വിജയകുമാർ, അനുജ, അത്തരമൊരു സംശയം വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാവുന്നതാണ്. കേവലം മാത്രം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ശിക്ഷാ പ്രഖ്യാപനത്തിന്. അതുകൊണ്ട് അത്തരം ഊഹാപോഹങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. പക്ഷെ അപ്പോഴും കോടതി ഇവിടെ ബാധകമാക്കാൻ ഉദ്ദേശിക്കുന്ന മാനദണ്ഡം എന്താണ് എന്നതിൻ്റെ സൂചന കോടതിയുടെ പരാമർശങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറ്റവിമുക്തനാക്കപ്പെട്ട 8-ാം പ്രതി ദിലീപിന് പകരം പൾസർ സുനിയെ കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചന, അയാൾ നടത്തിയ ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത മറ്റു 6 പ്രതികൾ, അയാൾ ഉൾപ്പെടെ 6 പ്രതികൾ, അതിൽ തന്നെ ഇതിൽ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി കണക്കിലെടുത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ നൽകേണ്ടത് 1-ാം പ്രതിക്കല്ലേ? മറ്റു പ്രതികൾ അയാളുടെ കുറ്റകൃത്യത്തിൽ കൂട്ടുപ്രതികളായി പ്രവർത്തിച്ചവർക്കും അയാൾക്ക് നൽകുന്ന അതേ ശിക്ഷ നൽകാൻ കഴിയുമോ എന്ന് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചത്. പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ എന്താണ് നിയമപരമായി വിശദീകരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കഴിയുക എന്നറിയാൻ വേണ്ടി തന്നെയാണ്. അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ 376 പ്രൂവ് ചെയ്യപ്പെട്ട സാഹചര്യം, അതായത് കൂട്ടബലാത്സംഗം പ്രൂവ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ 1-ാം പ്രതിയും 6-ാം പ്രതിയും ഒരേപോലെ തന്നെയാണ് ഈ കുറ്റകൃത്യത്തിൽ അവരുടെ പങ്കാളിത്തം എന്നത്. മറ്റൊന്ന് 120B പ്രൂവ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ 1-ാം പ്രതിയും 6-ാം പ്രതിയും ഒരേപോലെ തന്നെയാണ് നിയമത്തിന്റെ കണ്ണിൽ. അതിനിടയിൽ വേർതിരിവുകൾ പാടില്ല എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വളരെ കർക്കശ സ്വരത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഇളവ് ഒരു പ്രതിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആ പഴുത് പൂർണ്ണമായും അടയ്ക്കാൻ വേണ്ടി തന്നെയാണ് വളരെ കർക്കശ സ്വരത്തിലാണ് 1-ാം പ്രതിയും 6-ാം പ്രതിയും തമ്മിൽ ബന്ധം അല്ലെങ്കിൽ ഈ വേർതിരിവ് പാടില്ല ഈ ശിക്ഷാ പ്രഖ്യാപനത്തിൽ. കാരണം ഒരേ കുറ്റം, ഒരേ വകുപ്പ് ഈ പ്രതികൾക്കെതിരെ നിലനിൽക്കുകയും അത് സംശയാതീതമായി തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് വിചാരണ കോടതി പറഞ്ഞ സാഹചര്യത്തിൽ 1-ാം പ്രതിയും 6-ാം പ്രതിയും തമ്മിൽ വ്യത്യാസമില്ല. അതിൽ ഒരേ കുറ്റമാണ് അവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, മറഞ്ഞിരിക്കുന്ന ഒരു പ്രതി ഇപ്പോഴും ഉണ്ട് എന്നത് കോടതിയിൽ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷന് പറയേണ്ടി വന്നതാണ്. പ്രോസിക്യൂഷൻ യഥാർത്ഥത്തിൽ ആ നിലയിലൊരു വാദം ഉന്നയിക്കാൻ ഈ ശിക്ഷാ പ്രഖ്യാപനത്തിന്റെ ഘട്ടത്തിൽ തയ്യാറായിരുന്നോ എന്നത് എനിക്ക് തോന്നുന്നില്ല. രാവിലെ അഡ്വക്കേറ്റ് അജകുമാർ വിശദീകരിക്കുമ്പോഴൊക്കെ അദ്ദേഹം മേൽക്കോടതിയിലേക്ക് പോകുന്നതിൻ്റെ സാധ്യതയെപ്പറ്റി വിചാരണ കോടതിയുടെ ജഡ്ജ്മെന്റ് വന്ന ശേഷം നമുക്ക് പരിശോധിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരമൊരു തർക്കവിഷയം ഇന്ന് വിചാരണ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടായപ്പോൾ വന്നതാണ്. അതായത് പൾസർ സുനിയാണ് മുഖ്യ ഗൂഢാലോചന നടത്തിയത് എന്ന് പറയുകയും അയാൾക്ക് ചുറ്റും ഉള്ള ഒരു മറ്റു പ്രതികളുടെ പട്ടിക നിരത്തി അതിൽ ഓരോരുത്തരുടെയും റോള് എന്ത് എന്നത് സംബന്ധിച്ചുമാണ് ഇവിടെ ഈ ജഡ്ജ്മെന്റിൽ വരാൻ പോകുന്നതെന്ന് പ്രോസിക്യൂഷൻ അറിയാം. അപ്പോഴാണ് ഇതിൽ ഒരാൾ മറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട്. അയാൾ ഒരു പക്ഷേ അയാൾ നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അയാളെ നിയമം കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ടാകാം. ഈ 2 സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജഡ്ജ്മെന്റ് 3:30 ഈ ശിക്ഷാ പ്രഖ്യാപനം ഈ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ കുറ്റവിമുക്തരാക്കപ്പെട്ട പ്രതികൾക്ക് ലീഗലി അവരേത് ഗ്രൗണ്ടിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ് അവർ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നതിൽ കോടതി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന വാദങ്ങൾ എന്തെന്നത്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം ഈ പ്രോസിക്യൂഷന് എവിടെയെങ്കിലും പാളിച്ച പറ്റും. ഇപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിമർശനം പലരും ഉയർത്തുമ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ്? വിചാരണ കോടതി എവിടെയാണ് പ്രോസിക്യൂഷന്റെ തെളിവുകൾ സംശയത്തോടെ നോക്കിയത്, അല്ലെങ്കിൽ ആ തെളിവുകളെ അവിശ്വസിച്ചത് എവിടെയാണ് ഈ ഗൂഢാലോചന 120B എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിലെ ഈ കണ്ണികൾ ചേർത്ത് വയ്ക്കുമ്പോൾ പ്രോസിക്യൂഷൻ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നതിന്റെ വിവരങ്ങൾ അത് വിചാരണ കോടതി ജഡ്ജ്മെന്റ്
വരാൻ പോകുന്നു 3:30. അതാണ് കോടതി പറഞ്ഞത്. ഈ കോടതിയുടെ ജഡ്ജ്മെന്റ് പുറത്തു വന്ന് അത് വായിച്ചിട്ട് നിങ്ങൾ അതിന്മേൽ കമന്റ് ചെയ്യൂ. അതല്ലാതെ നടക്കുന്ന അപക്വമായ പ്രതികരണങ്ങളിലാണ് കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത്. അത് തുടരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ കോടതിക്ക് നിയമപരമായി ചില നടപടികൾ എടുക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടിയും വിചാരണ കോടതി ജഡ്ജി ഇന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതും ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധേയമാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.